Good morning everyone. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ആൻഡ് ദ പൊട്ടൻഷ്യൽ. സോ വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ്. സപ്പോസ് നമ്മളെ കയ്യിൽ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്. നമുക്കതിനെ എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യണം. എ ടു ബി along any path നമുക്ക് മൂവ് ചെയ്യണം. സോ ഇതുപോലെ മൂവ് ചെയ്യണം. സോ ദ ചാർജ് ലൈസ് ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ സം അതർ ചാർജ് ഓർ ചാർജസ്. ഒന്നൊന്നിലധികമുള്ള ചാർജസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മുടെ ഈ പ്ലസ് ക്യൂ ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നാച്ചുറലി നമ്മൾ മൂവ് ചെയ്യാതെ തന്നെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? കാരണം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെങ്കിൽ ദ ഫോഴ്സ് ഓൺ ദ ചാർജ് ക്യൂ വിൽ ബി ക്യൂ ഇൻറ്റു ഇ അല്ലേ? സോ ഒരു ഫോഴ്സ് ഓൾറെഡി അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണലി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, അങ്ങോട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? സോ വി ഹാവ് ടു അപ്ലൈ അഗെയിൻസ്റ്റ് ദാറ്റ് ഫോഴ്സ്, ദാറ്റ് ഈസ് നെഗറ്റീവായിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ? സോ ദ ഫോഴ്സ് അപ്ലൈഡ് വിൽ ബി ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു ഇ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ചാർജിൽ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് നോക്കാം. കാരണം ഒരു ഫോഴ്സിൽ അപ്ലൈ ചെയ്ത്, ഒരു ചാർജിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചാർജിൽ നമ്മൾ ചെയ്യുന്ന എക്സ്റ്റേണൽ വർക്ക് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ വർക്ക് എന്തായിരിക്കുമെന്ന് നോക്കാം അല്ലേ? സോ ദ വർക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എ ടു ബി ആണല്ലോ നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ ലൈൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡോട്ട് ഡി എൽ നോർമൽ വർക്കിൻ്റെ സെയിം ഇക്വേഷനാണ്. ബട്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് മൈനസ് ക്യൂ ഇൻറ്റു ഇ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, മൈനസ് ക്യൂ ഇൻറ്റു ഇ എന്ന് വരും. ഇതിൽ മൈനസ് ക്യൂ നമ്മൾ ഇൻ്റഗ്രലിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ പുറത്തെടുത്തു. ദാറ്റ് ഈസ് മൈനസ് ക്യൂ ഇൻറ്റു എ ടു ബി ഇ ഡോട്ട് ഡി എൽ അല്ലേ? ഇനി നമുക്കറിയാം വാട്ട് ഈസ് ക്യൂ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എന്താണെന്ന് നോക്കൂ. നമ്മുടെ വോൾട്ടേജിൻ്റെ ഡെഫിനിഷൻ ആയിരുന്നു അല്ലേ? സോ മൈനസ് എ ടു ബി ഇ ഡോട്ട് ഡി എൽ ഈസ് വി ഓഫ് ബി മൈനസ് വി ഓഫ് എ. സോ വി ഓഫ് ബി മൈനസ് വി ഓഫ് എ, ദാറ്റ് ഈസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ഓഫ് ബി മൈനസ് വി ഓഫ് എ. ദെൻ വാട്ട് ഈസ് വി ഓഫ് ബി? പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ബി. ആൻഡ് വാട്ട് ഈസ് വി ഓഫ് എ? പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് എ. മീൻസ് നമ്മൾ നേരത്തെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇൻ്റഗ്രൽ ഇവിടെ ഡെൽ ക്രോസ് ഇ 0 ആയതുകൊണ്ട്, ഇതിൻ്റെ കേൾ 0 ആയതുകൊണ്ട് നമ്മുടെ ഇൻ്റഗ്രൽ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എൽ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്താണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ എൻഡ് പോയിൻറ്റുകളെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എയും ബി എയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഈ വർക്കും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നർത്ഥം, ഈ ചാർജിൽ നമ്മൾ ചെയ്യുന്ന വർക്കും ഇതിൻ്റെ എൻഡ് പോയിൻറ്റുകൾ ഏത് പോയിന്റിൽ നിന്ന് ഏത് പോയിന്റിലാണ് എത്തിയത് എന്നതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ പാത്ത് അല്ലേ? ഏത് പാത്തിലൂടെയാണ് അത് പോയത്, മൂവ് ചെയ്യിപ്പിച്ചത് എന്നതിന് അത് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ദ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് കോൾഡ് കൺസർവേറ്റീവ് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ച്വലി മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിലാണ് ഡെൽ ക്രോസ് ഇ 0 ആക്കുന്നത്. മീൻസ് ചാർജ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ചാർജ് മീൻസ് ഈ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ചാർജസ് ഉണ്ടല്ലോ, അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് മീൻസ് മൂവ് ചെയ്യാതെ റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ അത്തരം ഫീൽഡിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനാണ് ഡെൽ ക്രോസ് ഇ 0 ആകുന്നത്. അപ്പോഴാണ് ലൈൻ ഇൻ്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. സോ അത്തരം കേസിൽ ദ വർക്ക് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ പാത്ത്. ദാറ്റ് ഈസ് വൈ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് കോൾഡ് കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലേ? സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ഓഫ് ബി മൈനസ് വി ഓഫ് എ. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. വാട്ട് ഈസ് വി ഓഫ് ബി മൈനസ് വി ഓഫ് എ? മീൻസ്
potential difference between 2 points അല്ലേ? Potential difference between 2 points is W by Q. നമുക്ക് എങ്ങനെയും പറയാം അപ്പോൾ what is W? Work done in moving the charge Q ആണല്ലേ? What is Q? The charge. So നമുക്ക് എങ്ങനെ പറയാം? Work done per unit charge എന്ന് പറയാം അല്ലേ? So work done per moving a unit charge അല്ലേ? സോ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ എങ്ങനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും നോക്കൂ. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് ഹിയർ 2 പോയിൻറ്റ്സ് പറയുമ്പോൾ എ ആൻഡ് ബി ആണ് അല്ലേ? സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു ദ അതർ പോയിൻറ്റ്. മീൻസ് വർക്ക് ഡൺ ഇൻ മൂവിങ് the potential difference between the point B and A will be work done in moving a unit charge from A to B or from B to A. Okay, A to B യും B to A യും ആകുമ്പോൾ നേരെ മൈനസ് ആയിട്ട് മാറുമെന്നർത്ഥം. സോ എനിവേ that is work done in moving unit charge or work done per charge. Okay, so ഇനി നമ്മുടെ ഇനീഷ്യൽ പോയിൻ്റ് എ നമ്മൾ നേരത്തെ പോലെ റെഫറൻസ് പോയിൻ്റായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് അസ്യൂമിങ് ദ ഇനീഷ്യൽ പോയിൻ്റ് എ ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആൻഡ് ഇൻഫിനിറ്റിയിൽ നമ്മൾ പൊട്ടൻഷ്യലിനെ 0 ആയിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും നോക്കൂ. ആൻഡ് നമ്മുടെ പോയിൻ്റ് ബി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മളെ റെസ്പെക്റ്റീവ് ആർ എന്ന് പറയുന്ന പോയിൻറ്റുമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? W ഈസ് ഈക്വൽ ടു Q into V of R minus V of infinity എന്നായിട്ട് മാറും അല്ലേ? വാട്ട് ഇസ് V of infinity? നമ്മൾ അസ്യൂം ചെയ്തത് V of infinity 0 ആണ്, റെഫറൻസിൽ 0 ആണ്. സോ അതുകൊണ്ട് തന്നെ എന്തായിട്ട് മാറും? W is equal to Q into VR ആയിട്ട് മാറും അല്ലേ? Q into VR ആയിട്ട് മാറും. ദെൻ നമുക്ക് എന്ത് മനസ്സിലായി? എങ്ങനെ എഴുതാൻ പറ്റുന്ന അർത്ഥം? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെയുള്ള വർക്ക് കിട്ടും എന്നർത്ഥം. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ് അല്ലേ? പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജ്. മീൻസ് ഇവിടെ വി ഓഫ് ആർ എന്ന് പറയുന്നത് നേരത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് പറഞ്ഞത് അല്ലേ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വി ഓഫ് ബി മൈനസ് വി ഓഫ് എ ഈസ് ഈക്വൽ ടു W by Q ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് ചാർജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നേരെ മറിച്ച് ഇവിടെ നോക്കൂ, പൊട്ടൻഷ്യൽ ഇറ്റ് സെൽഫ് വി ഓഫ് ആർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിൻറ്റ് ആർ ആണല്ലേ? സോ ദ പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി. W എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. വർക്ക് ഡൺ ഒരു ഫോഴ്സിന് ഓപ്പോസിറ്റായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിട്ടായിരിക്കും മാറുന്നത്? ഒരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക അല്ലേ? So that is the potential energy. So this W is equivalent to the potential energy. Therefore, we can say that the potential V of R is the potential energy per unit charge or W by Q. Okay. So ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ട എനർജി, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ട എനർജി, ദാറ്റ് ഈസ് വർക്ക് ഡൺ W is equal to Q into V ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ദിസ് എനർജി ഈസ് സ്റ്റോർഡ് ആസ് ദി പൊട്ടൻഷ്യൽ എനർജി അല്ലേ? നേരത്തെ നമ്മളൊരു സിംഗിൾ ചാർജിനെ മൂവ് ചെയ്യുന്ന കേസായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോസ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കുറേ ഡിസ്ക്രീറ്റ് ചാർജുകളെ മൂവ് ചെയ്യിക്കുകയാണ്. അങ്ങനെ മൂവ് ചെയ്യിച്ച് ഒരു സിസ്റ്റം ഓഫ് ചാർജസ് ആയിട്ട് മാറുന്നു അല്ലേ? കുറേ ഡിസ്റ്റൻസിൽ നിന്നും അവരെങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവന്ന് അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാകും. അട്രാക്റ്റീവ് ഫോഴ്സും അതേപോലത്തെ റിപ്പൾസീവ് ഫോഴ്സൊക്കെ ഫോം ചെയ്ത് അവരൊരു പോയിൻ്റ് ചാർജുകൾ അല്ലെങ്കിൽ ചാർജിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനായിട്ടൊക്കെ മാറും അല്ലേ? അടുത്തടുത്ത് വന്ന് ചാർജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസൊക്കെ ആയിട്ട് അവർ മാറും. സോ അപ്പോൾ അവിടെയുള്ള എനർജി എന്തായിരിക്കും? അല്ലെങ്കിൽ അതിന് വേണ്ട വർക്ക് ഡൺ ആണല്ലോ അവിടുത്തെ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ആദ്യം നോക്കൂ, ഇവിടെ ശൂന്യമായിരുന്നു. ഇവിടെ ശൂന്യമായിരുന്നു എന്ന് വിചാരിച്ചോളൂ, ഒന്നും തന്നെയില്ല. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ R1 എന്ന പോയിന്റിലേക്ക് Q1 എന്ന ചാർജിനെ മെല്ലെ കൊണ്ടുവരുന്നത്. R1 എന്ന ഈ പോയിന്റിലേക്ക് ഈ Q1 എന്ന ചാർജിനെ മൂവ് ചെയ്ത് കൊണ്ടുവരുന്നു.
ബട്ട് നോക്കൂ, തുടക്കത്തിൽ അവിടെ ആരും തന്നെ ഇല്ല, ഒറ്റ ചാർജും ഇല്ലായിരുന്നു, ഇലക്ട്രിക് ഫീൽഡും ഇല്ല. അല്ല, ചാർജ് ഉണ്ടെങ്കിൽ ആരുണ്ടാവുള്ളൂ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡുകൾ ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുമില്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ വേണ്ട, ഫോഴ്സ് ഒന്നും തന്നെ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ചാർജിന് മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ W1 വിൽ ബി 0. വർക്ക് ഡൺ ഇൻ മൂവിങ് ദിസ് Q1 ചാർജ് ഇനീഷ്യലി വിൽ ബി 0. സോ നമ്മൾ എന്ത് ചെയ്തു? പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യാതെ, എനർജി ഒന്നും അപ്ലൈ ചെയ്യാതെ R1 പോയിന്റിലേക്ക് നമ്മുടെ Q1 ചാർജിനെ എത്തിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അപ്പോൾ Q1 ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? എന്ത് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 1/4πε0 Q1/R എന്ന് പറയാം. ടെനി പോയിൻ്റ് ആർ അല്ലേ, R² എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് V(R) അല്ലേ. അതെങ്ങനെയായിരിക്കും? 1/4πε0 Q1/R എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന, ഒരു പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജിനെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പോവുക. ഇതിൻ്റെ ഫീൽഡിലേക്കാണ് കേട്ടോ, ഈ പോയിന്റിലേക്കല്ല, ഇതിൻ്റെ അടുത്തുള്ള മറ്റൊരു പോയിന്റ്, മീൻസ് R2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് Q2 എന്ന് പറയുന്ന ചാർജിനെ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ, ഇതിന് അവിടെ ഒരു ഒപ്പോസിങ് ഒരു ഫീൽഡ് ഉണ്ട് എന്നർത്ഥം അല്ലേ. അവിടെ ഒരു ഫീൽഡ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ അവിടെ ഒരു മറ്റൊരു രീതിയിലും പറയാം, നമ്മളവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഈ ചാർജ് കാരണം ഒരു പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആ പൊട്ടൻഷ്യൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു വർക്ക് ഡൺ നമ്മൾ ചെയ്യണം, ദാറ്റ് ഈസ് Q2 ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് ഡൺ നേരത്തെ പോലെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം അല്ലേ. സോ ദാറ്റ് ഈസ് Q2 നേരത്തെ പറഞ്ഞതുപോലെ W2 ഒരു വർക്ക് ഡൺ നമ്മൾ ചെയ്യണം. W2 Q2 ഓഫ് R2, അല്ലെങ്കിൽ ചാർജ് R2 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V1 ഓഫ് R2 ആണെങ്കിൽ Q2 ഓഫ് R2 വർക്ക് നമ്മളവിടെ ചെയ്യണം അല്ലേ. സോ വാട്ട് ഈസ് W2? 1/4πε0 Q1/R12 ആണ് V1 ഓഫ് R2 അല്ലേ. സോ ദാറ്റ് ഇൻറ്റു Q2 എന്ന് വരും. സോ ദിസ് വൺ. ഇനി അതേപോലെ നോക്കുമ്പോൾ ഇവിടെ 2 ചാർജുകൾ ഓൾറെഡി ഉണ്ട് അല്ലേ. ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? Q3 എന്ന് പറയുന്ന ഒരു മൂന്നാമതൊരു ചാർജിനെ നമ്മളിങ്ങനെ R3 എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ 2 ചാർജുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ 2 ചാർജുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ട് അല്ലേ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ 2 ചാർജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിനെ അപ്പോസ് ചെയ്യുന്ന രീതിയിലൊരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യണം. മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ Q(V) വർക്ക് നമ്മളവിടെ ചെയ്യണം എന്നർത്ഥം അല്ലേ. സോ ഇവിടെ 2 പോയിന്റുകൾ ഉള്ളതുകൊണ്ട്, 2 പൊട്ടൻഷ്യലുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ Q3 ആണ് മൂവ് ചെയ്യുന്നത് അല്ലേ. സോ Q3 × V1 ഓഫ് R അല്ലേ, Q3 × V1 ഓഫ് R3 പ്ലസ് Q3 × V2 ഓഫ് R3 അല്ലേ. മീൻസ് Q1 ചാർജ് R3യിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, Q2 ചാർജ് R3യിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. സോ അതുകൊണ്ട് തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കൂ? W3 1/4πε0 Q3 × Q1/R13 Q2/R23. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? Q1 Q3/R13 Q2 Q3/R23 എന്ന് വരും അല്ലേ. ഇനി അതേപോലെ നമ്മൾ നാലാമത് മറ്റൊരു ചാർജിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരും നോക്കൂ? 1/4πε0 Q4 × അവിടെ നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലുകളുടെ ഒക്കെ ടേംസ് നമ്മൾ എഴുതുന്നതല്ല, ദാറ്റ് ഈസ് Q1/R14 മീൻസ് R4 എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് Q1/R14 Q2/R24 Q3/R34. ഓക്കെ, സോ അപ്പോൾ ഈ സിസ്റ്റം മൊത്തം എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ട, മീൻസ് ആദ്യം നമ്മളൊരു ഒന്നുമില്ലാത്തൊരു സ്പേസിലേക്ക് Q1 ചാർജിനെ കൊണ്ടുവന്നു, പിന്നെ Q2 ചാർജിനെ കൊണ്ടുവന്നു, പിന്നെ Q3യെ കൊണ്ടുവന്നു, അങ്ങനെ Q4നെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ചാർജസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്തു അല്ലേ.
So that is the total work to assemble the 4 charges. These 4 charges Q1, Q2, Q3, Q4 നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം കൂടെ സം ചെയ്യണം അല്ലേ. W1 പ്ലസ് W2 പ്ലസ് സം ചെയ്യണം. W1 0 ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. W2, W3, W4 എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നോക്കി എങ്ങനെ വരും നോക്കൂ. എല്ലാം കൂടെ കൂട്ടിയാൽ മതി അല്ലേ. ദാറ്റ് ഈസ് 1/4πε0 Q1 Q2 by R12, then Q1 Q3 by R13, then Q2 Q3 by R23 അല്ലേ. then അതേപോലെ Q1 Q4 by R14, then Q2 Q4 by R24, then Q3 Q4 by R34. എല്ലാം കൂടെ ഓർഡറിൽ അങ്ങ് എഴുതിയെന്ന് മാത്രം. ഓക്കെ, സോ അതാണല്ലോ നെറ്റ് വരിക, എല്ലാം കൂടെ സമയം ചെയ്യുമ്പോൾ കിട്ടുന്നതാണല്ലോ. ഓക്കെ, സോ നോക്കൂ എങ്ങനെയാണ് വന്നത് നോക്കൂ. ഇതിനിങ്ങനെ ശ്രദ്ധിച്ചാൽ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. Q1 Q2 by R12, Q1 Q3 by R13, Q1 Q4 by R14. സോ Q1ൻ്റെ മുകളിൽ വരുന്ന എല്ലാ ചാർജുകളും Q1 നമ്മൾ എഴുതാൻ പറ്റില്ലല്ലോ. സോ Q1 Q2 Q1 Q3 Q1 Q4 താഴെയും അതേപോലെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ R1 ആയിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ R14 R13 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നത്. അതേപോലെ സെക്കൻഡ് ചാർജുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആരൊക്കെ നോക്കൂ. Q2 Q1 എന്ന് എഴുതുന്നില്ല, Q2ൻ്റെ മുകളിലുള്ള ചാർജുകൾ മാത്രമേ എഴുതുന്നുള്ളൂ അല്ലേ. സോ Q2 Q3 by R23, Q2 Q4 by R24, ദെൻ പിന്നെ ഇല്ലല്ലോ അല്ലേ Q2 Q3 Q2 Q4 വരെ ആകെയുള്ളൂ. പിന്നെ Q2 Q1 ആണ്, അതാണെങ്കിൽ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് നോക്കിയോ. Q1 Q2 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത് Q3 ആണ്. Q3യുടെ മുകളിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, Q4 മാത്രമേ ഉള്ളൂ. സോ Q3 Q4 by R34. ഇനി Q3 Q2 ഇവിടെ വന്നിട്ടുണ്ട്, അതേപോലെ Q3 Q1 ഇവിടെയും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും എഴുതാത്തത്. ഓക്കെ, സോ ആ പാറ്റേണും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സമ്മേഷൻ രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നോക്കൂ, 1/4πε0 summation I equal to 1 to n, summation j is equal to 1 to n, Qi Qj by Rij means n ചാർജസിനെ ഇതേപോലെ എഴുതാൻ വേണ്ട, ഇതേപോലെ അസംബിൾ ചെയ്യാൻ വേണ്ട വർക്കാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ, അല്ലെങ്കിൽ എനർജിയാണ് എഴുതുന്നത്. സോ എന്ത് കിട്ടി, Qi Qj by Rij where j is equal to 1 to n but j greater than I. ഇവിടെ നമ്മളങ്ങനെയല്ല എഴുതിയത്, സെക്കൻഡ് ഇൻഡെക്സിന് അല്ലേ. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന Q2 അല്ലെങ്കിൽ Q3 Q4 Q3 Q4 ഈ സെക്കൻഡ് ഇൻഡെക്സുകൾ j ഇൻഡെക്സുകൾ ഓൾവേസ് ഈസ് ഗ്രേറ്റർ ദാൻ I. ഫസ്റ്റ് ഇൻഡെക്സിനേക്കാളും ഗ്രേറ്റർ ആകുന്ന രീതിയിലാണ് എഴുതിയത്. അപ്പോൾ ഇങ്ങനെ എഴുതാമെന്നർത്ഥം അല്ലേ. ഇതേപോലെ തന്നെ ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മറ്റൊരു രൂപത്തിൽ എഴുതാൻ പറ്റും. നോക്കൂ, ഇങ്ങനെ എഴുതാൻ പറ്റും. നോക്കൂ, 1/4πε0 Q1 Q2 by അല്ലേ R1j. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇൻഡെക്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നു. മീൻസ് Q1 Q2 വരുന്നു, അതേപോലെ Q1 എല്ലാ ഇൻഡെക്സ് Q1 അല്ലാത്ത Q1 വരുന്ന എല്ലാ കോമ്പിനേഷൻ എടുക്കുന്നു. ഇതുപോലെ നോക്കൂ, Q1 Q2 Q1 Q3 Q1 Q4, ദെൻ അതേപോലെ വീണ്ടും Q2 എല്ലാ കോമ്പിനേഷനും Q2 Q1 Q2 Q3 Q2 Q4, ദെൻ Q3 വരുന്ന എല്ലാ കോമ്പിനേഷൻ എടുക്കുന്നു Q3 Q1 Q3 Q2 Q3 Q4 അല്ലേ. സോ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ നോക്കാതെ എല്ലാ കോമ്പിനേഷൻ എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ അപ്പോൾ അത് 2 ടൈംസ് വരുന്നു, എല്ലാം 2 ടൈംസ് വരും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അപ്പോഴും സെയിം റിസൾട്ട് തന്നെ ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ j ഗ്രേറ്റർ ദാൻ I എന്നുള്ള കണ്ടീഷനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ബട്ട് j നോട്ട് ഈക്വൽ ടു I ആവണം കേട്ടോ, കാരണം അത് സെയിം ചാർജിൻ്റെ വിസിനിറ്റിയിലേക്ക് തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് മീനിങ്ലെസ് അല്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, 1/8πε0 അല്ലേ. 8π എന്ന് വരാൻ കാരണം എന്താണ്, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തതാണ് അല്ലേ, കാരണം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓരോ കോമ്പിനേഷനും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 1/8πε0 സിഗ്മ ഈക്വൽ ടു 1 to n, സിഗ്മ j is equal to 1 to n Qi Qj by Rij. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും എഴുതാമെന്നർത്ഥം. സോ ഇങ്ങനെ എഴുതിയത് നമ്മളിങ്ങനെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ എഴുതിയത്, ഇവിടെ 1/2 ആയിരുന്നു അല്ലേ. നമ്മളതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പോവുകയാണ്. നമ്മളെന്ത് ചെയ്തു, ഈ Qi നിങ്ങൾ
രണ്ടാക്കിയിട്ട് എഴുതി. സമ്മേഷൻ ഐയെയും സമ്മേഷൻ ജെയും രണ്ടാക്കിയിട്ട് എഴുതി. സമ്മേഷൻ ഐയിൽ മാത്രം വരുന്ന ആളാരാണ്? ക്യു ഐ ആണല്ലേ. ഇനി ക്യു ജെ ബൈ ആർ ഐ ജെ ഉണ്ട്. സോ ഈ സമ്മേഷൻ ഇതിനും ബാധകമാണ്. ബട്ട് ഇവിടെ ക്യു ഐക്ക് ഈ സമ്മേഷൻ മാത്രമേ ബാധകമാവുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ എഴുതാം. ക്യു ഐ പുറത്തെടുത്തിട്ട് എഴുതാം. 1/2 ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ക്യു ഐ സമ്മേഷൻ ജെ ഈക്വൽ ടു n j equal to 1 to n 1/4 pi epsilon 0 qj by rij. ഇനി വാട്ട് ഈസ് ദിസ് ബ്രാക്കറ്റഡ് ക്വാണ്ടിറ്റി? എന്താണ് ബ്രാക്കറ്റിലുള്ള ക്വാണ്ടിറ്റി? എന്താ നോക്കൂ, വി ഓഫ് ആർ ഐ ആണല്ലോ അല്ലേ. ആർ ഐ എന്ന ചാർജിൽ ആർ ഐ എന്ന പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യു ജെ ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണല്ലേ ആർ ഐ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വി ഓഫ് ആർ ഐ. സോ നമുക്ക് വർക്ക് എങ്ങനെ എഴുതാമെന്നർത്ഥം? ക്യു ഇൻറ്റു ക്യു ഐ ഇൻറ്റു വി ഓഫ് ആർ ഐ എന്ന് എഴുതാമെന്നർത്ഥം. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n ക്യു ഐ ഇൻറ്റു വി ഓഫ് ആർ ഐ എന്ന് എഴുതാമെന്നർത്ഥം. ഓക്കെ, നമുക്ക് ചെറിയൊരു അസൈൻമെൻ്റ് ഉണ്ട്. ഇത് നെക്സ്റ്റ് ശനിയാഴ്ച ആകുമ്പോഴേക്ക് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, 3 charges are situated at corners of a square of side A. How much work does it take to bring in another charge plus Q from far away and place it in fourth corner? നമ്മൾ ഇവിടെ നോക്കുക, ഓൾറെഡി ഇവിടെ 3 ചാർജസ് മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഒക്കെ ഉണ്ട്. നമ്മളൊരു പ്ലസ് ക്യൂ ചാർജിനെ മറ്റേതോ ഡിസ്റ്റൻസിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് എന്ത് വെക്കണം? ഈ ഫോർത്ത് കോർണറിൽ വെക്കണം. അങ്ങനെയാണെങ്കിൽ അതിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയായിരിക്കും? അല്ലെങ്കിൽ അവിടെ അപ്പോൾ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എത്രയാണെന്ന് അർത്ഥം അല്ലേ. സോ ഹൗ മച്ച് വർക്ക് ഡസ് ഇറ്റ് ടേക്ക് അസംബിൾ ദ ഹോൾ കോൺഫിഗറേഷൻ ഓഫ് 4 ചാർജസ്? മീൻസ് ഇവിടെ ആദ്യമൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചാർജിനെ കൊണ്ടുവന്ന് വെച്ചു, മറ്റു ചാർജിനെ കൊണ്ടുവന്ന് വെച്ചു, മറ്റു ചാർജിനെ കൊണ്ടുവന്ന് വെച്ചു, പിന്നെ ഈ ഫോർത്തിനെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ടോട്ടലിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എത്രയായിരിക്കും? അല്ലെങ്കിൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായിരിക്കും എന്നർത്ഥം. ഓക്കെ.